നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. തൊടുപുഴയിലെ കർഷക ഐക്യദാർഢ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച നടന്ന സമരം കിസാൻ സഭ ദേശീയ സമിതി അംഗം മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം നിർവഹിച്ചു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓൺലൈൻ ക്രിസ്തുമസ് ആഘോഷം നടത്തി. മിന്നാമിന്നി എന്ന ഗാനത്തിന് ചുവടുവെച്ച് അധ്യാപകർ തയ്യാറാക്കിയ ആൽബം ശ്രദ്ധേയമായി. വർണ്ണവസ്ത്രങ്ങളുടെ വിസ്മയവുമായി തൊടുപുഴയിലെ പുളിമൂട്ടിൽ സിൽക്സ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന് ഒരുങ്ങി. വാർത്തകൾ വിശദമായി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അനുമോദിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ ജെസി ജോണി, സനു കൃഷ്ണൻ, ഷഫാന ജാഫർ, PTA പ്രസിഡന്റ് ഷാജു പള്ളത്ത്, MBTA പ്രസിഡന്റ് നിഷ സോമൻ, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡി ജോസഫ്, ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് വിൽസി ജോസഫ്, സെന്റ് ജോർജ് ഹൈസ്കൂൾ മുൻ ഹെഡ്മാസ്റ്ററും ഇപ്പോൾ കരിമണ്ണൂർ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററുമായ സജി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുമാരി അബിയ ജോസ് മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് സ്വാഗതവും അധ്യാപക പ്രതിനിധി റാണി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം ഫൊറോനയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് കർഷക ജ്വാല സംഘടിപ്പിച്ചു. കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കർഷക ജ്വാല തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം ഫൊറോനയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് കർഷക ജ്വാല സംഘടിപ്പിച്ചു. കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യം തടയാനുള്ള നടപടി വേഗത്തിലാക്കുക, കുട്ടമ്പുഴ, കീരമ്പാറ പഞ്ചായത്തുകളെ ബഫർ സോണിൽ ഉൾപ്പെടുത്തിയ നടപടി പുനഃപരിശോധിക്കുക, കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അവയുടെ നഷ്ടപരിഹാരം കർഷകന് കാലതാമസമില്ലാതെ ലഭ്യമാക്കുക, കാർഷിക വിളകളുടെ വില തകർച്ച തടയുക, പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങി കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക ജ്വാല സംഘടിപ്പിക്കുന്നത്. കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കർഷക ജ്വാല തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്ക് ന്യായമായ വേതനം കിട്ടുന്നില്ല, വില കിട്ടുന്നില്ല, അതുപോലെ കർഷകരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ആ വലിയ ചിന്ത അവരെ ഒത്തിരിയേറെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ കർഷകരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. കാരണം കർഷകരില്ല എങ്കിൽ നമ്മുടെ ജീവിതം സാധ്യമാകുകയില്ല. ഭക്ഷണ സാധനങ്ങൾ കർഷകരുടെ അധ്വാനപരമായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണിത്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഗവൺമെന്റുകൾ എപ്പോഴും നോക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർക്ക് പാർട്ടിക്ക് ഫണ്ട് കിട്ടും. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ കോർപ്പറേറ്റുകളുടെ സഹായം വേണം, കർഷകരുടെ സഹായം ആവശ്യമില്ല. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കർഷകരുടെ സേവനം ആവശ്യമുണ്ട്, കർഷകരുടെ അധ്വാനം ആവശ്യമുണ്ട്. കർഷകരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു രാജ്യവും പുരോഗമിക്കുകയില്ല. പ്രതിഷേധ ജ്വാലയുമായി കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികൾ മുനിസിപ്പൽ ഓഫീസ് ജംഗ്ഷനിലേക്ക് മാർച്ച് നടത്തി. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ആമുഖ സന്ദേശം നൽകി. ഫൊറോന പ്രസിഡന്റ് സണ്ണി കടൂത്താഴെ, ഇൻഫാം രൂപത ഡയറക്ടർ ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റ്, ഫൊറോന ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ആരൂരിച്ചാൽ, ജനസംരക്ഷണ സമിതി കൺവീനർ ഫാദർ കുര്യാക്കോസ് കണ്ണമ്പള്ളി, ഫൊറോന സെക്രട്ടറി ഷൈജു ഇഞ്ചക്കൽ, രൂപത സെക്രട്ടറി UV ചാക്കോ, വൈസ് പ്രസിഡന്റ് ജോയി പോൾ എന്നിവർ പ്രസംഗിച്ചു. JN മുണ്ടയ്ക്കൽ, കെന്നഡി പീറ്റർ, ആന്റണി പാലക്കുഴ, പൗലോസ് കാലാമ്പറമ്പിൽ, ബേബി മൂലയിൽ, പയസ് തെക്കേക്കുന്നേൽ, പയസ് ഓലിയപുറം, ജോസ് തെക്കേക്കര, ബിജു വെട്ടിക്കുഴ,
സെബാസ്റ്റ്യൻ കരിങ്ങാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴയിലെ കർഷക ഐക്യദാർഢ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച നടന്ന സമരം കിസാൻ സഭ ദേശീയ സമിതി അംഗം മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. കർഷകരുടെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരാൻ അനുമതി നൽകാത്ത ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കിസാൻ സഭ ദേശീയ സമിതി അംഗം മാത്യു വർഗീസ് പറഞ്ഞു. തൊടുപുഴയിൽ കർഷക ഐക്യദാർഢ്യ കേന്ദ്രത്തിലെ 14ാം ദിവസത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഗവൺമെന്റ് ആദ്യം ഓർഡിനൻസായും പിന്നീട് കോവിഡ് കാലത്തിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 3 കർഷക വിരുദ്ധ ജനവിരുദ്ധ നിയമങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള കർഷക പ്രക്ഷോഭണം ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്ഷോഭണത്തിൽ ഇതിനോടകം 2 കൃഷിക്കാരന്റെ ആത്മഹത്യ അടക്കം 35ഓളം ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഈ സമയം അതിശൈത്യത്തിന്റെ കാലമാണ്. അവിടെ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ചൂട്. അപ്പോൾ ആ തണുപ്പിന്റെ കാഠിന്യം നമുക്കറിയാം. അതിന് താഴേക്ക് പോയി മൈനസായി ചുരുങ്ങാൻ പോവുകയാണ്. സാധാരണ നമ്മുടെ രാജ്യത്ത് തണുപ്പ് കൊണ്ട് 100 കണക്കിന് ആളുകൾ മരിക്കാറുണ്ട്. അങ്ങനെ മരിക്കുന്നത് കടത്തിണ്ണകളിൽ കിടക്കുന്നവരാണ്. INLC ജില്ലാ പ്രസിഡന്റ് അനിൽ രാഘവൻ അധ്യക്ഷത വഹിച്ചു. കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതി ജില്ലാ ചെയർമാൻ പ്രൊഫസർ MJ ജേക്കബ്, ജനറൽ കൺവീനർ N വിനോദ് കുമാർ, കേരള കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് CJ ചാക്കോ, TJ പീറ്റർ, CS ഷാജി, CBC മാത്യു, KM സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കുട്ടപ്പൻ സിറ്റിയിൽ 1 ഇന്ത്യ 1 പെൻഷൻ കൊടിമരം നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചു. പ്രവർത്തകരെത്തി കൊടിമരം പുനഃസ്ഥാപിച്ചു. നേതാക്കളായ വിൻസെന്റ് വള്ളിയിൽ, സുജി മാഷ്, ജോൺസൺ നിറക്കോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. തളരില്ല നമ്മുടെ പ്രസ്ഥാനം തളരില്ല. ആളുകൾ ഇവിടെ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഇത് മറ്റേതെങ്കിലും രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിരങ്ങൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ത്യയുടെ മണ്ണിലും കേരളത്തിന്റെ മണ്ണിലും ഈ OAP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വളർന്നു വരും. അത് നാടിന് അഭിമാനമായിരിക്കും, വീട്ടുകാർക്ക് അഭിമാനമായിരിക്കും, അച്ഛനും അമ്മയ്ക്കും അഭിമാനമായിരിക്കും, മക്കൾക്ക് അഭിമാനമായിരിക്കും. കാരണം അച്ഛന്റെയും 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ബാധ്യതയായി മാറുന്ന ഈ സമൂഹത്തില്, വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കൂടുന്ന ഈ സമൂഹത്തില് അവർക്ക് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവരെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹം ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അണുവിടെ കുടുംബത്തിന്റെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വേറൊരു രാഷ്ട്രീയ സംഘടനയെ കെട്ടിപ്പടുക്കുകയോ അല്ലെന്ന് വരിക രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ ഈ നാട്ടിലുള്ള സർവ്വജനങ്ങൾക്കും, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, 60 വയസ്സ് കഴിഞ്ഞ ഈ നാട്ടിലുള്ള സർവ്വജനങ്ങൾക്കും, അതാണെന്ന് വ്യത്യാസമില്ല, പെണ്ണെന്ന് വ്യത്യാസമില്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള വ്യത്യാസമില്ല. വർഷങ്ങളായിട്ട് നമ്മൾ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങളുടെ പിതാവ് അല്ലെന്ന് വരും ഞങ്ങളുടെ മുതുമുത്തച്ഛൻ തുടങ്ങി ഞങ്ങൾ ഇന്ന പാർട്ടിയിലെ അംഗങ്ങളാണ്. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്വകാര്യവൽക്കരിക്കുവാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രാജ്യത്തെ കർഷകർ നടത്തുന്ന ഐതിഹാസികമായ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കേന്ദ്ര ആദായ നികുതി ഓഫീസ് പടിക്കലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം നിർവഹിച്ചു. 90-91 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വന്ന നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി
രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ 100-135 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അന്നം നൽകുന്ന കാർഷിക മേഖല കൂടി വിറ്റ് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നത്. അതിന് പല രൂപത്തിൽ അവർ ഓർഡിനൻസുകൾ വഴി നമ്മുടെ കൃഷിക്കാരുടെ കൈവശമുള്ള ഭൂമി വൻകിട കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഓർഡിനൻസുകളൊക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. ആ ഓർഡിനൻസുകൾക്കെതിരായി വലിയ തോതിലുള്ള കർഷക സമരങ്ങൾ, ലോങ് മാർച്ചുകൾ കൃഷിക്കാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യത്ത് പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ പരിഹാരം കാണാൻ തയ്യാറാകാതെ നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം മോദി പാർലമെന്റിൽ അവതരിപ്പിച്ച 3 ബില്ലുകൾ, ആ 3 ബില്ലുകളും നമ്മുടെ കാർഷിക മേഖലയെ തകർക്കുന്ന ബില്ലുകളാണ്. സാധാരണ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കും. KM ജുമൈല ബീവി അധ്യക്ഷത വഹിച്ചു. KC ഗോപിനാഥൻ നായർ, VC ബൈജു, പുന്നൂസ് മാത്യു, CK ഹുസൈൻ, KK ഹരിദാസ്, KB ഉദയകുമാർ, KP സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓൺലൈൻ ക്രിസ്തുമസ് ആഘോഷം നടത്തി. മിന്ന മിന്നി എന്ന ഗാനത്തിന് ചുവട് വെച്ച് അധ്യാപകർ തയ്യാറാക്കിയ ആൽബം കുട്ടികളെ സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓൺലൈൻ ക്രിസ്മസ് ആഘോഷം നടത്തി. ക്രിസ്മസ് പപ്പ, ഏഞ്ചൽ, നസ്രാണി മങ്ക, നസ്രാണി കേസരി എന്നിങ്ങനെ വിവിധ വേഷങ്ങളിൽ കുട്ടികൾ ക്രിസ്മസിനെ എതിരേറ്റു. ക്രിസ്മസ് പതിപ്പിന് വേണ്ടി ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ മുതൽ അധ്യാപകർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതനുസരിച്ച് കുട്ടികൾ ക്രിസ്മസ് പതിപ്പിന്റെ പേജുകൾ തയ്യാറാക്കി. കുട്ടികളുടെ ഭാവനയ്ക്കനുസരിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട കൂടുതൽ പേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജിംഗിൾ ബെൽസ് 2020 എന്ന ക്രിസ്മസ് പതിപ്പ് ഉണ്ടാക്കി വീടുകളിൽ പ്രകാശനവും നടത്തി. കുട്ടികളുടെ ആഘോഷത്തോടൊപ്പം അധ്യാപകരും ആഘോഷത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. മിന്നാമിന്നി എന്ന ഗാനത്തിന് ചുവടുവെച്ച് അധ്യാപകർ തയ്യാറാക്കിയ ആൽബം കുട്ടികളെ സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. വീടുകളിലായിരുന്നുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ ക്രിസ്മസ് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് കുട്ടികളിൽ വലിയ സന്തോഷമുളവാക്കി. യാക്കോബായ സുറിയാനി സഭ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തോമസ് മാർ അലക്സാനിയോസ് തിരുമേനി മുഖ്യപ്രഭാഷണം നടത്തി. ഐസക് മാർ ഒത്താത്തിയോസ്, മാത്യൂസ് മാർ അന്തിമോസ്, സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ്, ട്രസ്റ്റി ഷാജി ചൂണ്ടയിൽ, സാജൻ നെടിയശാല തുടങ്ങിയവർ പ്രസംഗിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ബംഗളൂർ പള്ളിക്ക് വേണ്ടിയിട്ട് എത്രയും ബഹുമാനപ്പെട്ട ജയ്മോൻ ഇപ്പോൾ ഹാരാർപ്പണം നടത്തുന്നു. ഇപ്പോൾ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്നു. അഭിവന്ദ്യ തിരുമനസ് ഒറ്റ വാക്കിൽ ഈ ദേവാലയങ്ങളുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നീതി നിഷേധിക്കപ്പെട്ട യാക്കോബായ സഭയ്ക്ക് നീതിക്ക് വേണ്ടിയുള്ള ഈ അവകാശ സംരക്ഷണ സമരം അത് തൊടുപുഴയിൽ എത്തി നിൽക്കുകയാണ്. ഡിസംബർ 29 സെക്രട്ടേറിയറ്റ് പഠിക്കൽ എത്തുമ്പോൾ യാക്കോബായ സഭയുടെ സങ്കടം, അവലാദികൾ, വേദന അതൊരു ഭീമഹർജിയായി ഗവൺമെന്റിന് സമർപ്പിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ഗവർണർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുമ്പോൾ അതൊരു നിയമമായി
അവകാശം സംരക്ഷിക്കുന്നതെന്ന് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട യാക്കോബായ സഭയ്ക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു നിയമം പാസാക്കി തരണം എന്ന ആവശ്യം മാത്രമേ യാക്കോബായ സഭയുടെ മുമ്പിലുള്ളൂ. ഈ നാട്ടുകാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥി ഇന്ദു ബിജുവിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി. വിൻസെന്റ് വള്ളിയിൽ, സുജി മാഷ്, ജോൺസൺ നിറക്കോട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പിന്നെ തോറ്റിട്ട് പരിഭവം പറയുകയല്ല, കാരണം വിജയം പ്രതീക്ഷിച്ചിട്ട് തോറ്റപ്പം വിഷമം ഉണ്ടാകും ഇല്ലേ? നമുക്ക് ആ കാര്യം ഉണ്ടാകില്ലേ? കാരണം OEOP വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ എത്തിയിലേക്കിയത്. തീരുമാനിച്ചു. നമുക്ക് 55ഓളം സ്ഥാനാർത്ഥികൾ നമ്മുടെ ഇടുക്കിയിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോ വീട് വിടാതെ കയറി നടന്നോ അതിനേക്കാൾ ഉപരി നമ്മളെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന കൂട്ടുണ്ടായിരുന്നു. നമ്മുടെ അതേ പേരിൽ ഞങ്ങളാണ് മാതൃസംഘടന, ഞങ്ങളാണ് പിതൃസംഘടന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അതിനെ അതിജീവിച്ച് നമുക്ക് എന്തായാലും നേടാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു നിയമസഭാ ഇലക്ഷനാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വലിയ തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പോടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇത്ര നാൾ വാട്സാപ്പിലൂടെ മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വളരെ അപൂർവമായിട്ട് ബാക്കി ഭാവി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഒരു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ചർച്ചകളിലേക്ക് പോവാം. എന്തായാലും ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചത് ദൈവത്തോട് ആദ്യം നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ ഒപ്പം എല്ലാ സപ്പോർട്ടും തന്നു നിന്ന നിങ്ങൾ ഓരോരുത്തരോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ആളുകളെ അഭിമുഖീകരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് സൂക്ഷ്മദൃഷ്ടിയോടെ നോക്കുന്ന ആളുകളാണ് നമുക്കുള്ളത്. കാരണം OIP എല്ലായിടത്തും ജയിച്ചില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും ഭാവിയിൽ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇനിയുള്ള പ്രവർത്തനം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയാൽ നമുക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പരാജയവും ജയവും ഒന്നും നമ്മളെ ബാധിക്കില്ല. എല്ലാവരും നല്ല ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു സ്വീകരണം തന്നതിലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നോക്കുന്നു. ബിസിനസ് വാർത്ത. ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങൾക്ക് മുതലക്കോടം പട്ടയം കവല ബ്രദേഴ്സ് ബേക്ക് പാലസ് ഒരുങ്ങി. വിവിധ നിറങ്ങളിലും വിവിധ രുചികളിലുമുള്ള കേക്കുകളുടെ വിപുലമായ ശേഖരമാണ് ബ്രദേഴ്സ് ബേക്ക് പാലസിൽ എത്തിയിരിക്കുന്നത്. ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങൾക്ക് പട്ടയം കവല ബ്രദേഴ്സ് ബേക്ക് പാലസ് ഒരുങ്ങി. വിവിധ നിറങ്ങളിലും വിവിധ രുചികളിലുമുള്ള കേക്കുകളുടെ വിപുലമായ ശേഖരമാണ് ബ്രദേഴ്സ് ബേക്ക് പാലസിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വൃത്തിയായ അന്തരീക്ഷത്തിൽ കർശനമായ ഗുണനിലവാരത്തിൽ തയ്യാറാക്കിയ ഇവിടുത്തെ കേക്കുകൾ ഏറെ ജനപ്രീതി നേടിയവയാണ്. ആവശ്യാനുസരണം കേക്കുകൾ തയ്യാറാക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമ ആസാദ് അറിയിച്ചു. ബ്രദേഴ്സ് ബേക്ക് പാലസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. എല്ലാവിധ കേക്കുകളും ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്, ചോക്കോനട്ട്, പീനട്ട്, മാംഗോ, പിസ്ത, സ്ട്രോബെറി, പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഓർഡർ അനുസരിച്ചും അല്ലാതെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലം, മാർബിള്, ക്യാരറ്റ്, പീനട്ട്, ബട്ടർ സ്കോച്ച്, നട്ടീസ്, ബട്ടർ, ഗീ കേക്ക്, ക്യാരറ്റ്, പൈനാപ്പിള്, ഏറ്റവും ഗുണമേന്മയിൽ ഏറ്റവും വിലക്കുറവിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും എല്ലാവിധ ഫ്രഷ് ക്രീമിൻ്റെയും സാദാ ക്രീമിൻ്റെയും കേക്കുകൾ ഞങ്ങൾ ഓർഡർ അനുസരിച്ചും അല്ലാതെയും കൊടുക്കുന്നുണ്ട്. ബ്രദേഴ്സ് ബേക്ക് പാലസിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കെമിക്കലുകളും സിന്തറ്റിക് കളറുകളും ഒഴിവാക്കി നാച്ചുറൽ കളറുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ കേക്കുകൾ തയ്യാറാക്കുന്നത്. സ്വന്തം ഓർമ്മയിൽ തയ്യാറാക്കുന്ന പ്ലം, മാർബിൾ, ഫ്രൂട്ട് കേക്കുകൾ, ഗീ കേക്ക്, ബട്ടർ, നട്ട്സ്, പൈനാപ്പിൾ, ക്യാരറ്റ് വിത്ത് ഡേറ്റ്സ് എന്നിവ കൂടാതെ ഫ്രഷ് ക്രീം കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, ചോക്കോ നട്ട്സ്, ചോക്കോ ക്രിപ്സി, ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി തുടങ്ങിയ വൈവിധ്യമാർന്ന കേക്കുകളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഫ്ലേവറുകൾ ഒഴിവാക്കി ഒറിജിനൽ പഴങ്ങൾ ചേർത്താണ് ഫ്രൂട്ട് കേക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് എന്നീ കേക്കുകൾ 330 രൂപ മുതലും ലഭ്യമാണ്. കൂടാതെ എല്ലാവിധ ബേക്കറി ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്.
വർണ്ണങ്ങളുടെ വിസ്മയവുമായി തൊടുപുഴയിലെ പുളിമൂട്ടിൽ സിൽക്സ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന് ഒരുങ്ങി. ഇന്ത്യയിലെ വിവിധ മില്ലുകളിൽ നിന്നും നേരിട്ട് തെരഞ്ഞെടുത്ത വസ്ത്രപ്രപഞ്ചമാണ് തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. വർണ്ണവസ്ത്രങ്ങളുടെ വിസ്മയവുമായി തൊടുപുഴയിലെ പുളിമൂട്ടിൽ സിൽക്സ് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിനൊരുങ്ങി. ഇന്ത്യയിലെ വിവിധ മില്ലുകളിൽ നിന്നും നേരിട്ട് തിരഞ്ഞെടുത്ത വസ്ത്രപ്രപഞ്ചമാണ് തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാ കസ്റ്റമേഴ്സിനും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. പുളിമൂട്ടിൽ സിൽക്സിലേക്ക് വരുന്ന ഓരോ കസ്റ്റമറിനോടും ഞങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഞങ്ങൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പോൾ പുളിമൂട്ടിൽ സിൽക്സിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയൊരു കളക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിക് സാരി കളക്ഷൻസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരി സാരീസ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് കൂടുതലും വെഡ്ഡിങ് കസ്റ്റമേഴ്സിനും വെഡ്ഡിങ് കളക്ഷൻസുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറക്കിയേക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ ഫ്ലോറിലും ഞങ്ങൾക്ക് എല്ലാ ടൈപ്പിലുള്ള ഐറ്റംസും ഉണ്ട്. കിഡ്സിനാണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി വെറൈറ്റീസൊക്കെ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരിട്ട് വന്ന് എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, സന്തോഷമായിട്ട് വാങ്ങിപ്പോവുക. കസ്റ്റമേഴ്സിന് നമുക്ക് ഡിസ്കൗണ്ടുകൾ നൽകുന്നുണ്ട്. സീസണോടനുബന്ധിച്ച് നമുക്ക് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഏവരെയും ഈ പുളിമൂട്ടിൽ സിൽക്സിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്. മറ്റൊരു ഇടനിലക്കാരനില്ലാതെ ഉൽപ്പാദകരിൽ നിന്ന് തന്നെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനാൽ വിലയിലും ഗുണമേന്മയിലും പൂർണ്ണ നിയന്ത്രണം സാധിക്കുന്നതായും ഉടമകൾ പറഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഏറ്റവും സർവീസും ഞങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും. ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം. എപ്പോഴും ഞങ്ങളത് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. ഇനിയും എല്ലാ കാലവും അത് ഞങ്ങൾ ചെയ്തിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉപഭോക്താക്കളുമായുള്ള അടുത്ത പരിചയവും പുളിമൂട്ടിൽ സിൽക്സിന്റെ പ്രത്യേകതയാണ്. സ്ഥിരമായിട്ട് ഈ കടയിൽ ഞാൻ പർച്ചേസിന് കയറുന്നു. ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ തൊടുപുഴയിലോ ഏത് രാജ്യങ്ങളിൽ നിന്ന്, ഏത് സ്ഥലങ്ങളിൽ നിന്നും, ഏത് ജില്ലകളിൽ നിന്ന് വന്നാലും തൊടുപുഴയിൽ അന്വേഷിച്ച് വരുന്ന പുളിമൂട്ടിൽ സിൽക്സാണ്. ഏറ്റവും നല്ല ഇടപെടലാണ് ഗുണഭോക്താക്കളോട്. അവർ ഏറ്റവും കൂടുതൽ ഇടപെടൽ ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അനുഭവമുള്ള രീതിയിലാണ് അവരുടെ ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് നൽകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർ ഇടപെടലുകൾ നടത്തുന്നു. ഇതുവഴി ഉപഭോക്താക്കളുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും സാധിക്കുന്നു. നാടിന്റെ മാറുന്ന വസ്ത്രാഭിരുചിക്കൊപ്പം നീങ്ങാൻ എന്നും പുളിമൂട്ടിൽ സിൽക്സ് മുന്നിലാണ്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കും കുട്ടികളുടെ വസ്ത്രങ്ങൾക്കും പ്രത്യേക വിഭാഗമുണ്ട്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ വസ്ത്രസങ്കല്പങ്ങളുടെ സാക്ഷാത്കാരം പുളിമൂട്ടിൽ സിൽക്സ് പൂവണിയിക്കുന്നു.
എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സാജൻ പോളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും എറണാകുളം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും മാമലക്കണ്ടം കാരിയാട് ഭാഗത്ത് നടത്തിയ മിന്നൽ പരിശോധനയിൽ ചാരായം മാറ്റുന്നതിനുള്ള 260 ലിറ്റർ വാഷ് കണ്ടെടുത്ത് കേസാക്കി. എറണാകുളം എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടമ്പുഴ റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സാജൻ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എറണാകുളം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും മാമലക്കണ്ടം കാരിയാട് ഭാഗത്ത് നടത്തിയ മിന്നൽ പരിശോധനയിൽ കൈവരിത്തോട്ടിൽ ഈറ്റക്കാട്ടിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ബാരലിലും കന്നാസിലുമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ചാരായം മാറ്റുന്നതിനുള്ള 260 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ക്രിസ്മസ്, പുതുവത്സരം എന്നിവ പ്രമാണിച്ച് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ചാരായം മാറ്റ് സംഘങ്ങൾ സജീവമായിട്ടുള്ളതായി എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പരിശോധനകൾ കർശനമാക്കി. മുൻ കുറ്റവാളികളുടെ നീക്കങ്ങളും നിരീക്ഷിച്ചു വരുന്നു. കൂടാതെ മാമലക്കണ്ടം, എളംപ്ലാശ്ശേരി ഭാഗങ്ങളിലുള്ള ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചാരായ വിൽപ്പന അമർച്ച ചെയ്യുന്നതിനായി പരിശോധന കർശനമാക്കി. പ്രതികളെ കണ്ടെത്തുന്നതിന് തുടരന്വേഷണം ഊർജിതമാക്കി. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ NA മനോജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൽദോ KC, ഇയാസ് PB, ബേസിൽ K തോമസ് എന്നിവർ പങ്കെടുത്തു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. മുതിർന്ന അംഗമായ 4ാം വാർഡ് മെമ്പർ ഡെൽസി ലൂക്കാച്ചൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2020 വർഷത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. മുതിർന്ന അംഗമായ 4ാം വാർഡ് മെമ്പർ ഡെൽസി ലൂക്കാച്ചൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് 1ാം വാർഡ് മെമ്പർ സുമിത സാബു, 2ാം വാർഡ് മെമ്പർ ജോർജ് ഫ്രാൻസിസ്, 3ാം വാർഡ് മെമ്പർ ലാലിസ് ടിബി, 5ാം വാർഡ് മെമ്പർ സുജിത് ബേബി, 6ാം വാർഡ് മെമ്പർ സണ്ണി സെബാസ്റ്റ്യൻ, 7ാം വാർഡ് മെമ്പർ അനിൽ K മോഹനൻ, 8ാം വാർഡ് മെമ്പർ ജാൻസി ജോമി, 9ാം വാർഡ് മെമ്പർ സീമോൾ, 10ാം വാർഡ് മെമ്പർ ജിബി AK, 11ാം വാർഡ് മെമ്പർ ഷൈനി ജെയിംസ്, 12ാം വാർഡ് മെമ്പർ ബാബു മനക്കപ്പറമ്പിൽ, 13ാം വാർഡ് മെമ്പർ പ്രേമലത പ്രഭാകരൻ എന്നീ ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ 4ാം വാർഡ് മെമ്പർ ഡെൽസി ലൂക്കാച്ചൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വരണാധികാരി മനു SC, ഗ്രാമപഞ്ചായത്ത് ഉപവരണാധികാരി സെക്രട്ടറിയുമായ ഷൈജു വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹസീന P മൈദീൻ, മറ്റ് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പഴയരിക്കണ്ടം ഡിവിഷൻ മെമ്പർ ഉഷ മോഹനെ ആദരിച്ചു. We wish you a Merry Christmas, May Happy New Year, and a Happy New Year, and a Happy New Year. ഇടുക്കി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പഴയരിക്കണ്ടം ഡിവിഷൻ മെമ്പർ ഉഷ മോഹനെ ആദരിച്ചു. ഇടുക്കി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ലിജി KD യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ക്രിസ്മസ് ഫ്രണ്ട് സമ്മാന വിതരണം നടന്നു. യോഗത്തിൽ ജോൺസൺ ഡാനിയൽ, ജോൺസൺ ശമുവേൽ, മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷൈനി എബ്രഹാം, റാണി, കവിത, പ്രശാന്ത്, ഉഷാമണി, എലിസബത്ത്, വത്സ, ആശ, ചന്ദ്രൻ, ജോളി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉഷ മോഹനൻ മറുപടി പ്രസംഗം നടത്തി. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അടിമാലി കുമളി ദേശീയപാതയിൽ അട്ടിക്കുളത്താണ് അപകടം. അടിമാലി കുമളി ദേശീയപാതയിൽ അട്ടിക്കളത്താണ് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നതിനാൽ ദുരന്തം വഴിമാറിയത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. കഞ്ഞിക്കുഴിയിൽ നിന്നും വാഗമണിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ യുവാക്കളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നതിനാൽ കൊക്കയിൽ പതിക്കാതെ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ സഞ്ചരിച്ചിരുന്ന 4 യുവാക്കളും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നിർത്തിയിട്ട കാർ പിന്നോട്ട് ഉരുണ്ട് നീങ്ങി പുഴയിലേക്ക് മറിഞ്ഞുണ്ടാകാമായിരുന്ന വൻ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിക്ക് സമീപമാണ് സംഭവം. സ്വകാര്യ ആശുപത്രി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാർ പിന്നോട്ടുരുണ്ടു. ആശുപത്രിയുടെ പിന്നിലുള്ള തൊടുപുഴ ആറിലേക്ക് പതിക്കുന്നതിന് മുൻപ് കാർ നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വാഹനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീട്ടമ്മയുടെ കാൽ കാൽക്കെട്ടിനിടയിൽ കുടുങ്ങി. ഇടപെട്ടി പാറക്കണ്ടത്തിൽ ഷുക്കൂറിന്റെ ഭാര്യ നജുമയുടെ കാലിനാണ് പരിക്കേറ്റത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ കാറിൽ നിന്നും പുറത്തെത്തിച്ചത്. തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:00 സംഭവം. ഡോക്ടറെ കണ്ടതിന് ശേഷം ഭാര്യയെയും മക്കളെയും കാറിലിരുത്തി ആശുപത്രിയിലെത്തിയ ബന്ധുക്കളെ കാണാൻ ഷുക്കൂർ പോയ സമയത്താണ് വാഹനം പിന്നിലേക്ക് ഉരുണ്ടത്. ഈ സമയം നജിമയും 2.5 വയസ്സുള്ള മകനും കാറിനുള്ളിലും 7 വയസ്സുള്ള മകൻ വാഹനത്തിന് പുറത്തുമായിരുന്നു.
പിന്നിലേക്കുരുണ്ട പുഴയിൽ പതിക്കുമെന്നായതോടെ മകനിയുമായി വാഹനത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് നജ്മയുടെ കാൽ കൽക്കെട്ടിനും കാറിനും ഇടയിൽപ്പെട്ടത്. കാറിന്റെ പിൻചക്രം കൽക്കെട്ട് കടന്ന് പുറത്തേക്ക് ചാടിയെങ്കിലും മുൻചക്രം മൺതേട്ടിയിൽ തട്ടിയതോടെ വാഹനം നിന്നു. സ്ഥലത്തുണ്ടായിരുന്നവർ പെട്ടെന്ന് വടം ഉപയോഗിച്ച് വാഹനം താഴേക്ക് വീഴാതെ കെട്ടിനിർത്തി. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. രണ്ടു വശത്തും വടം കെട്ടി വാഹനം പുഴയിലേക്ക് വീഴാത്ത വിധം സുരക്ഷിതമാക്കിയ ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കട്ടർ ഉപയോഗിച്ച് ഡോർ അകത്തി നജ്മിയെ പുറത്തെത്തിക്കുകയായിരുന്നു. നജ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം അല്പം കൂടി നീങ്ങിയിരുന്നെങ്കിൽ പുഴയിൽ പതിക്കുമായിരുന്നു. ചാടികാട്ട് ഹോസ്പിറ്റലിലേക്ക് പിള്ളേരെ പീഡിയാട്രീഷ്യനെ കാണിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മരുന്ന് വാങ്ങിച്ച് ഞങ്ങൾ കാറിൽ വന്നിരുന്നു. ഹസ്ബൻഡ് ഫാദറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫിസിഷ്യൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും കുഞ്ഞിങ്ങനെ വണ്ടിയിലിരുന്ന് ഓടിച്ചാടി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്ക് വരും. അങ്ങനെ അവൻ പെട്ടെന്ന് കാല് കൊണ്ടിട്ടാന്ന് തോന്നുന്നു, ഹാൻഡിൽ ബ്രേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ വണ്ടി ബൈക്കിലേക്ക് പോവാം. പിന്നെ ഞാനിങ്ങനെ അതിനകത്ത് ഇരുന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ എൻ്റെ കാല് പുറത്തേക്കിട്ട് വണ്ടി നിർത്താനായിട്ടൊക്കെ നോക്കുക. പിന്നെ അങ്ങനെ വണ്ടി പുറകിലേക്ക് പോയി അവിടെ ഒരു ഒന്നുമില്ല. പുറകിലേക്ക് പോയാൽ പിന്നെ കുഴിയും പിന്നെ പുഴയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്നു, സ്റ്റോപ്പായി. എങ്ങനെയാണെന്നറിയില്ല, അവിടെ ഒരു കുഴിയായിരുന്നു, അവിടെ ഫ്രണ്ട് വീല് തങ്ങി നിന്നു. പിന്നെ ഞാൻ എൻ്റെ കാലിപ്പോൾ വണ്ടിയുടെ അടിയിലേക്കായിരുന്നു, ഡോറിൻ്റെ അവിടെ. അങ്ങനെ കുറേ എൻ്റെ സൗണ്ട് കേട്ട്, ഞാൻ ആ കരയുന്ന സൗണ്ട് കേട്ടിട്ട് അവിടെ നിന്ന് ഡോക്ടേഴ്സൊക്കെ ഓടി വന്നു. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഓടി വന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ച് കുറേ പേര് അവിടെ നിർത്തി കയറിട്ട് വണ്ടി മുകളിലേക്ക് എടുക്കുമ്പോഴും എൻ്റെ കാല് അതിൻ്റെ അടിയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഫയർഫോഴ്സ് വന്ന് വണ്ടി പൊക്കിയിട്ടാണ് എൻ്റെ കാല് പുറത്തെടുത്തത്. അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ മിഷന്റെ കീഴിൽ യുവകേരളം പദ്ധതി പ്രകാരം നടത്തുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് കോഴ്സിന് തൊടുപുഴയിൽ തുടക്കമായി. 3 മാസത്തെ സൗജന്യ കോഴ്സിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ ജോസ് മഠത്തിൽ നിർവഹിച്ചു. സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലുള്ള യുവതികൾക്ക്, അതായത് ചെറുപ്പക്കാരികൾക്ക് നല്ല കോഴ്സ് നടത്തുകയാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ, ഞാൻ പഠിച്ച കാലങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാം എന്നുള്ളൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നേരം മാറ്റം വന്നിരിക്കുന്നു. നിങ്ങളെ തേടിയ അവസരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിൽ ഈ കുടുംബശ്രീ ശക്തി പ്രാപിച്ചതോടുകൂടി ഈ നമ്മുടെ നാട്ടിലെ യുവതികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതാണ് കുടുംബശ്രീ. ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നിങ്ങൾക്കിവിടെ ഈ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെന്നും ഇതിനുശേഷം തീർച്ചയായും ഇതോട് അനുബന്ധിച്ച് ജോലികളിൽ പോകണമെന്നും പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുകയാണ്. കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകൾ വശമുള്ള കോതായിക്കുന്ന് സർക്കിളിലുള്ള അമ്മ ട്രസ്റ്റ് ഓഫീസിൽ നേരിട്ടോ 8281880860 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം, കർഷക സമരത്തിന് ഐക്യദാർഢ്യം. ഇന്ത്യ നാടിൻ കാർഷിക മേഖല, ഇന്ത്യ നാടിൻ കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് നീരെഴുതു. WCC ജില്ലാ സെക്രട്ടറി A. സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകമാകെ ഒരു മഹാമാരിയിൽപ്പെട്ട് ഒടുങ്ങുമ്പോഴും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ ജനജീവിതത്തിൽ നിലനിൽക്കുന്ന 130 കോടി വരുന്ന ജനതയ്ക്ക് അന്നം തരുന്നവനെ അന്നമില്ലാതാക്കുവാൻ, അവന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് നയപരമായ സമീപനമെടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെയുള്ള പോരാട്ടം ഈ രാജ്യത്തിന്റെ വിവിധ തുറകളിൽ, പ്രത്യേകിച്ചും രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലും അതിന്റെ സമീപ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ജാർഖണ്ഡ് തുടങ്ങിയ മേഖലകളിൽ നടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സമര പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
ഇന്ത്യൻ ജനതയുടെ പിന്തുണ 1 2 കോടികളല്ല, അത്തരം മേഖലയിലേക്ക് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഴുവൻ മേഖലയും സമസ്ത മേഖലയും ഈ കർഷകർക്ക് പിന്തുണ കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? രാജ്യത്ത് നടപ്പാക്കുന്ന വിവിധങ്ങളായ നയസമീപനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അത് തൊഴിൽ മേഖലയിലുണ്ടാകുന്നുണ്ട്, വ്യാവസായിക മേഖലയിലുണ്ടാകുന്നുണ്ട്, വിദ്യാഭ്യാസ സമൂഹത്തിലുണ്ടാകുന്നുണ്ട്, യുവജന മേഖലയിലുണ്ടാകുന്നുണ്ട്. എന്നാൽ സംഘടിതമായ ഒരു ശ്രേണിയില്ലാത്ത കർഷകരുടെ മേഖലയിൽ ആ കർഷകരെ കൂട്ടായ്മ പോലും അനുവദിക്കാത്ത തരത്തിലേക്ക് വരുന്ന ഇന്ത്യയിലെ 130 കോടി വരുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ 72% വരുന്ന കർഷകരും കർഷക തൊഴിലാളികളും പണിയെടുത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളായി നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. യാക്കോബായ സുറിയാനി സഭ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ സ്വീകരണം നൽകി. അലക്സാനിയോസ് തിരുമേനി മുഖ്യപ്രഭാഷണം നടത്തി. യാക്കോബായ സുറിയാനി സഭ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ചർച്ചിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കഞ്ഞിക്കുഴിയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് കത്തിപ്പാറത്തടം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മനോജ് ഇരാച്ചേരിൽ നേതൃത്വം നൽകി. കള്ളക്കേസുകൾ നൽകി കോടതി വിധിയുടെ മറവിൽ യാക്കോബായ സുറിയാനി സഭയുടെ പൂർവികർ നിർമ്മിച്ച പള്ളിയും വസ്തുവകകളും പിടിച്ചെടുക്കുന്ന നടപടികൾക്കെതിരെ അലക്സാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 15 മീനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച അവകാശ സംരക്ഷണ ജാഥ ഡിസംബർ 29 തിരുവനന്തപുരത്ത് സമാപിക്കും. കഞ്ഞിക്കുഴിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ അലക്സാനിയോസ് തിരുമേനി മുഖ്യപ്രഭാഷണം നടത്തി. ഈ കത്തിപ്പാറത്തടം പള്ളിയെ കുറിച്ച് ഈ നാട്ടുകാർക്കെല്ലാം വ്യക്തതയുള്ളതാണ്. 115 വീട്ടുകാര് അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ അചഞ്ചലമായി നിലകൊള്ളുമ്പോൾ കേവലം 12 വീട്ടുകാർക്ക് വേണ്ടി ഈ പള്ളി വിട്ടുകൊടുത്തത് എന്തൊരു നീതിയാണ്. ഈ സുപ്രീം കോടതി വിധികളെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് ബോധ്യമുള്ളതാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ വിളിച്ചു പറഞ്ഞു, പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു, സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധികളെല്ലാം അത് ന്യായമല്ല, അത് നീതിയിലല്ല, അത് ധർമ്മത്തിലല്ല. പ്രിയമുള്ളവരെ, പൂർവ്വ പിതാക്കന്മാർ പണിത ഞങ്ങളുടെ അവകാശമായ റവന്യൂ രേഖകളെല്ലാം ആധാരങ്ങളെല്ലാം അന്ത്യോക്യ പാത്രികീസിന്റെ കീഴിൽ സ്ഥാപിതമായ ദേവാലയങ്ങളിൽ നിന്ന് സഭ ട്രസ്റ്റി ഷാജി ചുണ്ടേൽ, കെ.ഒ. ഇലിയാസ്, ഫാദർ ജോൺ പുന്നുകുറ്റം എന്നിവർ പ്രസംഗിച്ചു. ഫാദർ മനോജ് ഇരാച്ചേരിൽ, ജേസൺ കുര്യാക്കോസ്, ടോജൻ ഇരാച്ചേരിൽ, ബിനോ കെ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. തൊടുപുഴയിലെ കർഷക ഐക്യദാർഢ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച നടന്ന സമരം കിസാൻ സഭ ദേശീയ സമിതി അംഗം മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ തൊടുപുഴ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം നിർവഹിച്ചു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓൺലൈൻ ക്രിസ്തുമസ് ആഘോഷം നടത്തി. മിന്നാമിന്നി എന്ന ഗാനത്തിന് ചുവടുവെച്ച് അധ്യാപകർ തയ്യാറാക്കിയ ആൽബം ശ്രദ്ധേയമായി. വർണ്ണവസ്ത്രങ്ങളുടെ വിസ്മയവുമായി തൊടുപുഴയിലെ പുളിമൂട്ടിൽ സിൽക്സ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന് ഒരുങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. റോയൽ ഇന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. K. Purushottaman and Sons Golden Jewelry, Jewel Junction, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22
അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർഗാർട്ടൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, ജെയ്ക്കോ ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 ഇന്ത്യ 1 ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. ഇത് പാക്ക് ചെയ്തോളൂ. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 100% ലീക്കിംഗ് പ്രൂഫ് ഉള്ളതും വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും ഉറച്ച മനസ്സോടെ ഉറപ്പിക്കാവുന്നതുമാണ് ക്വാളിറ്റി സെപ്റ്റി ടാങ്ക് ആൻഡ് കോൺക്രീറ്റ് പൈപ്പ്. ക്വാളിറ്റിയിൽ എന്നും മുന്നിൽ തന്നെ. ക്വാളിറ്റി സെപ്റ്റി ടാങ്ക്.